നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഇപ്പോൾ കുഴിമന്തി കഴിച്ച് ഒരുപാട് പേര് മരിച്ചു. ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇപ്പോൾ കറണ്ടായിട്ട് തന്നെ ഒരു കുട്ടി മരിച്ചിരുന്നു കുഴിമന്തി കഴിച്ച്. പക്ഷെ കൂടുതൽ അറിഞ്ഞപ്പോൾ, ആ ന്യൂസിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോൾ അത് പറയുന്നത് മയണൈസ് ആണ് വില്ലൻ എന്നാണ്. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? എങ്ങനെയാണ് ഈ മയണൈസ് വില്ലൻ ആവുന്നത്? മയണൈസ് രണ്ട് രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. നോൺ വെജിറ്റേറിയൻ, പ്രത്യേകിച്ച് മുട്ടയുടെ ആൽബ്യൂമിൻ ഇല്ലാതെ തന്നെ പ്രിപ്പയർ ചെയ്യാം. മയണൈസ് കൂടുതലും പ്രിപ്പയർ ചെയ്യുന്നത് മുട്ടയുടെ വെള്ളക്കരു ചേർത്താണ് ഉണ്ടാക്കുന്നത്. വെള്ളക്കരുവിൽ എളുപ്പത്തിൽ തന്നെ ഫംഗസോ ബാക്ടീരിയകളോ വളരാൻ സാധ്യതയുള്ള ഒരു മീഡിയമാണ്. അപ്പോൾ കൂടുതൽ നാൾ ഉണ്ടാക്കി വെച്ച് സൂക്ഷിച്ചിട്ടുള്ള മയണൈസ് ആയിരിക്കും ഈ പ്രശ്നക്കാരൻ. അല്ലാതെ അപ്പോഴുണ്ടാക്കി റെഡി ടു യൂസ് ആയിട്ട് ഉണ്ടാക്കുന്നതിൽ സാധാരണഗതിയിൽ വരാറില്ല. പിന്നെ വെജിറ്റേറിയൻ മയണൈസായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അതിന് എഡിബിളായിട്ടുള്ള ഏതെങ്കിലും ഓയിൽ മീഡിയം ചേർത്ത് ഗാർലിക്കും ചേർത്തിട്ട് ഏതെങ്കിലും ഒരു കോൺഫ്ലവർ അങ്ങനെ വളരെ കുറച്ച് ചേർത്തും കൊണ്ട് ഒരു മയണൈസ് ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പം വരത്തില്ല. കൂടുതലും വരുന്നത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മയണൈസിലാണ് ഈ ഇൻഫെക്ഷൻ വരുന്നത്. പിന്നെ മുട്ട കൈകാര്യം ചെയ്യുന്നവർ നീറ്റായിട്ട് അതിൻ്റെ ഷെല്ലിൽ പറ്റിയിരിക്കുന്ന ഈ കോഴിയുടെ വിസർജ്യത്തിൻ്റെ അംശം അറിയാതെ അത് പിന്നെ പടർന്ന് കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഇൻഫെക്ഷൻസ് സാധ്യതയുണ്ടായി അത് ആഹാരത്തിൽ കൂടി പകർന്ന് അകത്ത് ചെന്ന് പ്രശ്നങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട്. അതാണ് ഈ മയണൈസിൻ്റെ. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് മയണൈസ് കഴിയുന്നത് ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ടോ അല്ലെങ്കിൽ അത് സാലഡ്സിൽ ചേർക്കുന്നുണ്ടോ എന്ന് ചോദിക്കണം. കൂടുതലും മയണൈസ് അൺകുക്ക്ഡായിട്ടുള്ള സലാഡ്സിൽ ചേർത്തിട്ടാണ് കൂടുതലും തരുന്നത്. അങ്ങനെയുള്ള സ്ഥലത്ത് ചെന്നിട്ട് പ്ലെയിൻ സലാഡ് വാങ്ങിക്കണം. മയണൈസ് ചേർക്കുന്നത് വാങ്ങിക്കരുത്, പ്രത്യേകിച്ചും ഈ വർഷക്കാലത്ത് വളരെ അപകടം പിടിക്കുന്നതാണ്. അതുകൊണ്ട് വേണം.